ഞാൻ ഡോക്ടർ മഞ്ജുള, ക്രിസ്തുജ്യോതി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കയ്യൂരിലെ പ്രധാന അധ്യാപികയാണ്. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ വിദ്യാഭ്യാസ പ്രതിസന്ധിയിൽ നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കത്തെപ്പറ്റി എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിരുന്നുവോ? എന്താണ് അതിനൊരു പ്രതിവിധി? സഹജയോഗ അത് നന്മയെ, ധീരതയുടെ, സ്നേഹത്തിൻ്റെ പാതയിലേക്ക് നമ്മളെ നയിക്കും, നമ്മുടെ കുട്ടികളെ നയിക്കും. അതുകൊണ്ട് ഈ കേരള പ്രവിധനത്തിൽ നവംബർ 1 ആരംഭിക്കുന്ന സഹജയോഗ പരിശീലനത്തിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം, ഞാൻ ഉണ്ണികൃഷ്ണൻ, കോഴിക്കോട് LITയിലെ രസതന്ത്രവിഭാഗം പ്രൊഫസറാണ്. ഇന്ന് നവംബർ 1 വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി നടത്തുന്ന ഈ ഓൺലൈൻ പ്രോഗ്രാമിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. എല്ലാവർക്കും നല്ലൊരു സമയം ഉണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും ശുഭകരമായൊരു ദിനവും ശുഭകരമായ സമയവും ആശംസിക്കുന്നു. നന്ദി. നമസ്കാരം, ഞാൻ ഡോക്ടർ സന്ധ്യ രാമകൃഷ്ണൻ, ഇക്കണോമിക്സ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണ യോഗയുടെ പേരാണ് സഹജ യോഗ. സഹ പറഞ്ഞ കൂടെ, ജ പറഞ്ഞ ജനിച്ചിട്ടുള്ള, യോഗ പറഞ്ഞ കൂടിച്ചേരല്. നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു ശക്തി വേറൊരു ശക്തിയായി കൂടിച്ചേർന്ന പ്രക്രിയയാണ് സഹജയോഗ. പേര് പോലെ തന്നെ സഹജയോഗ വളരെ ലളിതവും സഹജവുമാണ്. ഇവിടെ ഈ ചാർട്ടിൽ കാണുന്നത് മനുഷ്യന്റെ സൂക്ഷ്മ ശരീരമാണ്. ഈ സൂക്ഷ്മ ശരീരം, സട്ടിൽ ബോഡിയില് പ്രധാനപ്പെട്ട 3 നാഡികളും 7 ചക്രങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ നാഡി പറഞ്ഞ ഇടാനാഡി, ഇടതുവശത്തെ നാഡിയാണ് ഇടാനാഡി. ഈ ഇടാനാഡിയിലാണ് നമ്മളുടെ എല്ലാ പാസ്റ്റ് തോട്ട്സ് പോയി അക്യൂമുലേറ്റ് ആവുന്നത്. ഇടാനാഡി ഇച്ഛാശക്തിയുടെ നാഡിയാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾക്ക് ഇച്ഛ ഉണ്ടാവണം. ഈ ഇടാനാഡിനെ ചന്ദ്രനാഡിന്നും പറയും. റൈറ്റ് സൈഡിലെ വലതുവശത്തെ നാഡിയെ പറയാം പിംഗള നാഡി. പിംഗള നാഡിയില് ആണ് എല്ലാ തരത്തിലുള്ള ഫ്യൂച്ചർ പ്ലാനിങ്സ്, നമ്മളുടെ തോട്ട് പ്രോസസ്, അതിനെല്ലാം എനർജി കിട്ടുന്നത് ഈ പിംഗള നാഡിയിൽ നിന്നാണ്. അമിതമായി ഇടാനാഡിയെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പാടില്ല, പിംഗള നാഡിയെ ആക്ടിവേറ്റ് ചെയ്യാൻ പാടില്ല. There has to be a balance between the two. സഹജയോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആളില് ആ ബാലൻസ് ഓട്ടോമാറ്റിക്കലി വന്നു ചേരും. അതെങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഉള്ളിലെ ഒരു ശക്തിയെ കുറിച്ച്. ആ ശക്തിയുടെ പേരാണ് കുണ്ടലിനി ശക്തി. ഇത് നമ്മളുടെ നട്ടലിന്റെ ഏറ്റവും താഴെ ഒരു ത്രികോണാക്കാർ അസ്ഥി ഉണ്ട്. ആ അസ്ഥിയില് 3.5 ചുറ്റായി ഉറങ്ങിക്കിടക്കുകയാണ്. ഇത് കുണ്ടലത്തിന്റെ ആകൃതിയിലായതുകൊണ്ട് ഇതിനെ കുണ്ടലിനി ശക്തി എന്ന് പറയുന്നു. ഈ കുണ്ടലിനി ശക്തി നമ്മൾ സഹജയോഗ ചെയ്യുമ്പോ ഓട്ടോമാറ്റിക്കലി ഉണർന്ന് ഈ സുഷുമ്ന നാഡി വഴി ഇത് മുകളിലേക്ക് പോവാണ്. അപ്പോ ഈ സുഷുമ്ന നാഡിയിലുള്ള ചക്രങ്ങളെ എല്ലാം അത് ക്ലിയർ ചെയ്ത് ശുദ്ധമാക്കി അതിനെ ഭേദിച്ച് ഈ സഹസ്രാര ചക്രം വഴി പുറത്തു വന്ന് നമ്മളെ ആ കോസ്മിക് എനർജിയായി കണക്ട് ചെയ്യാണ്. ഇതിന്റെ ഫലസ്വരൂപമായി ഒരു മനുഷ്യന്റെ പലതരത്തില് ദൈവിക ഗുണങ്ങള് ഉടലെടുക്കും. സ്നേഹം, ക്ഷമ, ശാന്തി, ആത്മവിശ്വാസം, ധൈര്യം, വിവേകബുദ്ധി, ഇതെല്ലാം മനുഷ്യന്റെ ഉള്ളില് ഉണരും. നമ്മൾ കേട്ടിട്ടില്ലേ കസ്തൂരിമാന്റെ കഥ? ആ കസ്തൂരി തേടി ഈ കസ്തൂരിമാൻ കാട് മൊത്തം ചുറ്റും. പക്ഷെ എവിടെയും അത് കണ്ടെത്താൻ സാധിക്കില്ല. എന്താ കാരണം? ഈ കസ്തൂരി മാന്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. അതേപോലെ നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് എല്ലാ ശാന്തി, സമാധാനം, സന്തോഷം. ഇതെല്ലാം നമ്മൾ പുറം ലോകത്ത് തേടി നടക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ഉള്ളിലാണ്. ഇതിനെ വളരെ ലളിതമായി നമുക്ക് ഉണർത്തിയെടുക്കാം. ഇത് പറഞ്ഞു തന്നത് നമ്മളുടെ ഗുരുവായ ശ്രീ മാതാജി നിർമ്മല ദേവിയാണ്. 1970 ശ്രീ മാതാജി ബ്രഹ്മാണ്ടത്തെ തന്നെ സഹസ്രാരം തുറന്നത്. അതോടെ കൂടെ മനുഷ്യ ചേതനെ, പരിമിതമായ മനുഷ്യ ചേതനെ
അപരിമിതമായ ദിവ്യ ചേതനയായി കണക്ട് ചെയ്യാൻ സാധിച്ചു. അപ്പൊ നമ്മൾക്കും ഈ ഉറങ്ങിക്കിടക്കുന്ന ശക്തി നമ്മുടെ ഉള്ളിൽ ഉണർത്തി ആ കോസ്മിക് എനർജിയായി കണക്ട് ചെയ്യണ്ടേ? ഇതിന് ചില ക്രിയകൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 2 കൈകളും മലർത്തി വെക്കാം. എന്നിട്ട് ഇച്ഛിക്കാം, ആഗ്രഹിക്കാം. ശുദ്ധമായ ആഗ്രഹം അനിവാര്യമാണ്. ആഗ്രഹിക്കണം, ഇങ്ങനെ ഒരു ശക്തിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എനിക്കത് ഉണർത്തിയെടുക്കണം, എനിക്ക് സത്യം അറിയണം. ഈ ശുദ്ധമായ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വെക്കാം. പിന്നെ എല്ലാ ക്രിയ നമ്മൾ വലത്തെ കൈകൊണ്ടാണ് ചെയ്യുന്നത്. ആദ്യം വലത്തെ കൈയെടുത്ത് നമ്മുടെ ഹൃദയത്തിൽ വെക്കാം. ഇവിടെ കുറച്ച് എഫർമേഷൻസ് നമുക്ക് പറയേണ്ടതുണ്ട്. അത് നമ്മൾ ശ്രീ മാതാജിയുടെ ഈ സ്പീച്ചിൽ തന്നെ അമ്മ പറഞ്ഞ പോലെ തന്നെ ശ്രീ മാതാജി പറയുന്ന പോലെ നമ്മൾ ആ എഫർമേഷൻസ് നമുക്ക് എടുക്കാം. ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പാണ് ഹാർട്ടിൽ കൈവയ്ക്കണം. പിന്നെ ഇതേ കൈയെടുത്ത് വയറിന്റെ മോൾ ഭാഗത്ത് വെക്കാം. ഇവിടെയും എഫർമേഷൻസ് എടുക്കണം. പിന്നെ ഈ കൈയെടുത്ത് വയറിന്റെ താഴ്ഭാഗത്ത് അടിവയറിൽ വെക്കുക, ഇടത്ത് വശത്ത് തന്നെ. വീണ്ടും ഈ കൈയിനെടുത്ത് വയറിന്റെ മോൾ ഭാഗത്ത് വെക്കുക, വീണ്ടും നമ്മുടെ ഹൃദയത്തിൽ വെക്കുക. പിന്നെ നമ്മുടെ കഴുത്തിന്റെ ഈ പോയിന്റ്സിൽ ഒന്ന് വെക്കുക, കഴുത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിക്കുക. പിന്നെ ഈ കൈയെടുത്ത് നെറ്റിയിൽ വെക്കുക, നെറ്റി കുറച്ച് കുനിക്കുക. പിന്നെ ഈ കൈയെടുത്ത് നെറ്റിയുടെ പുറം വശത്ത് വെക്കുക. പിന്നെ ഇതേ കൈയെടുത്ത് മൂർധാവില് സ്ട്രെച്ച്ഡ്, ഫിംഗേഴ്സ് എല്ലാം സ്ട്രെച്ച്ഡ് ആയിട്ട് അമർത്തി പ്രസ് ചെയ്യാം. എന്നിട്ട് 7 തവണ ഇവിടുത്തെ സ്കിന്ന്, മുടിയല്ല, ഇവിടുത്തെ സ്കിന്നിനെ ക്ലോക്ക് വൈസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. എന്നിട്ട് ആഗ്രഹിക്കണം, എനിക്കിന്റെ ആത്മസാക്ഷാത്കാരം കിട്ടണം, എനിക്കിന്റെ ആത്മജ്ഞാനം ലഭിക്കണം. ഇത് ആഗ്രഹിക്കാം. എന്നിട്ട് പതുക്കെ കൈയിനെ പൊന്തിച്ചു നോക്കുക, 1 ഇഞ്ച് 2 ഇഞ്ച് നോക്കുക. ഈ മൂർധാവിന് നമ്മുടെ കയ്യിലേക്ക് എന്തെങ്കിലും ചൈതന്യ പ്രവാഹം വരുന്നുണ്ടോന്ന് ഫീൽ ചെയ്യാം. പതുക്കെ കൈയ്യ് വീണ്ടും മടിയിൽ തന്നെ വെക്കാം. ഇതേ ക്രിയ ഇനി നമ്മള് ശ്രീ മാതാജി പറയുന്നതോടൊപ്പം തന്നെ എഫർമേഷനോട് കൂടെ നമ്മൾ എടുക്കും. Forget your past. To forgive yourself, you should be pleasantly placed towards yourself. Pleasantly placed towards yourself. And second one is that you have to forgive everyone. As I told you yesterday, whether you forgive or don't forgive, you don't do anything. Actually, if you don't forgive, then you play into wrong hands. So just neglect it completely. Don't worry about it. And in general, you should say, I forgive everyone. Just say, in general, I forgive everyone. That's all. Not to count how many people you have to forgive, not to know about everyone, what they have said to you, but just forgive in general. That's all. So the first one is to forget your past. That means not to feel guilty at all. You are not to feel guilty. After all, you are a human being, and human beings can only commit mistakes. You are not gods. So what does it matter? There's nothing to bother you on that point. Should not. So please forgive yourself and forgive others. That's very important. These are the 2 simple conditions. But mentally, you should accept them. Now, we have to put both our feet little away from each other, because you know there are 2 powers within us, left and right. And we use our left hand symbolically to suggest that we want our self-realization, and this is the power of desire, not of pure desire, but desire. And we use our right hand, which is the power of action, to nourish our centers. On the left hand side, we'll be nourishing our left hand centers only.
Now, please put your left hand towards me. And right hand on your heart. Now, close your eyes. Please don't open them till I tell you. Here you have to ask me a question, a very important question. You can call me Mother or you can call me Shri Mataji, whatever you like. Very important question. Ask a question 3 times in your heart, not loudly please. Mother, am I the spirit? Mother, am I the spirit? Ask this question 3 times. If you are the spirit, you are your own guide. You are your own master. So now please bring down your hand, right hand, in the upper portion of your abdomen on the left hand side, press it hard. And here ask another question 3 times. Mother, am I my own master? Ask this question 3 times. Mother, am I my own master? Now, as I told you, I respect your freedom. And you have a free will. I cannot force pure knowledge on you. It cannot be. You have to ask for it. So now take your right hand in the lower portion of your abdomen on the left hand side and ask me, Mother, please give me pure knowledge. 6 times because this center has got 6 petals. Mother, please give me pure knowledge. As soon as you ask this question, the Kundalini starts moving upward. So now we have to nourish the upper centers to make its movement, her movement, faster. So please raise your right hand in the upper portion of your abdomen on the left hand side, press it hard, and here you say with full confidence. With full confidence you say, Mother, I am my own master. Please say it 10 times. Mother, I am my own master. These things remove your conditionings from wrong teachings. Now you raise your hand to the most important question. That is, you are not your body, you are not your intelligence, you are not your emotions, you are not your conditionings, your ego, your thoughts, but you are pure spirit.
So raise your right hand on to your heart and say with full confidence 12 times. Full confidence, please. Mother, I am the Spirit. Just say that. Mother, I am the Spirit. Please say 12 times. Now, raise your right hand to another very important area within us, where by feeling guilty all the time, we have harmed a very important center. I have to tell you that the divine power is the ocean of knowledge and love. It is the ocean of bliss and joy. But above all, it is the ocean of forgiveness. And whatever mistakes or wrongs you have done are dissolved by the power of forgiveness. So raise your right hand into the corner of your neck and your shoulder and turn your head to your right. Here you have to say with full confidence 16 times, Mother, I am not guilty at all. Again you say, Mother, I am not guilty at all. 16 times. I have already told you, whether you forgive others or not, you are not doing anything, it is a myth. But if you don't forgive others, then you fall into the wrong hands and torture yourself for nothing. So now, please raise your right hand onto your forehead across, press it hard on both the sides, and put down your head as far as possible, resting on your hand, and press it on both the sides. This is the center where you have to forgive. Forgive others, forgive others. Just say, Mother, I forgive everyone, without thinking about them or thinking about what they have done to you. Just say, in general, Mother, I forgive everyone. Now, how many times is not the point, from your heart. You must say it properly. Yesterday so many didn't say, and I have to work very hard on them. So please say it. Please say it from your heart. Once for all, Mother, I forgive everyone. Now, take back your hand on the back side of your head, on the optic lobe, and now raise it higher and let it rest on your hand. Here you have to say, for your own satisfaction, not feeling guilty, not counting your mistakes,
O divine power, if I have done any mistakes, please forgive me. Say it from your heart. Now, stretch your palm, keeping your left hand towards me. This is the most important center, both the feet apart from each other. Keep yourself straight and put your right hand, the center of your palm, on top of the fontanelle bone area, the soft bone which you had in your childhood, and press it. Now bend your head as much as you can. Press back your fingers, press back your thumb. So there's a pressure on your scalp, nicely pressurized. Now move it. Move it slowly 7 times. Here again, I'm sorry, I cannot disrespect your freedom and free will. You have to ask for your self-realization. It cannot be forced on you. So 7 times, please say 7 times, Mother, please give me my self-realization. Please say it 7 times. Now, please take down your both the hands and open your eyes slowly, very slowly. Now watch me without thinking. You can do it. Now, put up your right hand like this and bend your head and see for yourself if there's a cool breeze coming out of your head. Bend your head. It is above your head, not on. So, little away from the head. You try to feel if there's a cool breeze coming out of your head. You can take your hand little further. Some people have it quite away from the head. So see for yourself there's a cool breeze coming in. Now, put the left hand towards me and put down your head. Now see for yourself again with the right hand if there's a cool breeze coming out of your head. Some people will get heat coming out, doesn't matter. It will later on be followed by cool breeze also. നമസ്കാരം, എൻ്റെ പേര് തങ്കമണി. ഞാൻ പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചറാണ്. നിങ്ങൾക്ക് ഏവർക്കും ഈ ധ്യാനത്തിൻ്റെ അനുഭൂതി ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഈ ധ്യാനത്തിൻ്റെ അനുഭവം കൂടുതൽ അറിയുന്നതിനും നിങ്ങൾ ഓരോരുത്തരും രാവിലെയും വൈകുന്നേരവും 10 മിനിറ്റെങ്കിലും ധ്യാനം പരിശീലിക്കേണ്ടതുണ്ട്. വീട്ടിൽ നിന്നും എങ്ങനെ ഈ ധ്യാനം പരിശീലിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യമായി ഓരോരുത്തരും ഇഷ്ടമുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് സൗകര്യപ്രദമായ രീതിയിൽ ഇരിക്കുക. ഇരു കൈകളും മടിയിൽ തുറന്നു വയ്ക്കുക. ശ്രദ്ധയെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോവുക. ഹൃദയത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വലത് കൈയെടുത്ത് ഹൃദയത്തിൽ വെച്ച് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഹൃദയത്തിലെ ആ ശക്തിയോട് ഈ ധ്യാനത്തിനുണ്ടാവുന്ന തടസ്സങ്ങൾ നീക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതിനുശേഷം 2 കൈകളും മടിയിലേക്ക് തുറന്നു വയ്ക്കുക. നമ്മുടെ ഇടത് ഭാഗം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഇടത് കൈ മടിയിലും
വലത് കൈ എർത്ത് എലമെന്റിലേക്കും വെക്കുക. അല്പനേരം ധ്യാനം ചെയ്യുക. അതിനുശേഷം പിംഗള നാഡി ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി വലത് കൈ മടിയിലും ഇടത് കൈ ഈത്തർ എലമെന്റിലേക്കും വെക്കുക, അതായത് ആകാശതത്വത്തിലേക്ക്. അല്പനേരം വലത് ഉള്ളംകൈ ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇരു കൈകളും മടിയിലേക്ക് വെച്ച് നമ്മുടെ മിഡിൽ ചാനൽ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മൂർധാവിൽ അഥവാ സഹസ്രാരത്തിൽ ശ്രദ്ധിച്ച് 10 മിനിറ്റെങ്കിലും ധ്യാനം ചെയ്യുക. ഇനി 10 മിനിറ്റിന് ശേഷം നമ്മുടെ ഹൃദയത്തിലുള്ള ആ ശക്തിയോട് ധ്യാനം ചെയ്യാൻ അനുവദിക്കുന്നതിന് നന്ദി പറയും. നമ്മൾ ജനിക്കുമ്പോൾ നമ്മോടൊപ്പം ജനിക്കുന്ന ആന്തരികമായിട്ടുള്ള ഒരു ചൈതന്യം, ഒരു ഊർജം ഉണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ നിന്നും ഉണർന്ന് ഈ പ്രപഞ്ചത്തിലെ ചൈതന്യവുമായിട്ട് കൂടിച്ചേരുന്നതാണ് സഹജയോഗ ധ്യാനം. അപ്പൊ എല്ലാവർക്കും സഹജയോഗ ധ്യാനം മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ഈ ധ്യാനം ലോകത്തിന് സമ്മാനിച്ചത് ആരാന്നറിയാമോ? ഡോക്ടർ ശ്രീ നിർമ്മലാദേവി. ഡോക്ടർ ശ്രീ നിർമ്മലാദേവിയെ നമ്മൾ സ്നേഹത്തോടെ, ആദരവോടെ, ബഹുമാനത്തോടെ മാതാജി എന്ന് വിളിക്കുന്നു. മാതാജി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാതാജി, മാതാ, അമ്മ. അപ്പോ ഒന്നുകൂടെ ബഹുമാനത്തോടെ, ആദരവോടെ നമ്മൾ ശ്രീ മാതാജി എന്ന് വിളിക്കുന്നു. ശ്രീ മാതാജി ജനിച്ചത് മധ്യപ്രദേശിലെ ചിന്തുവാര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് എന്ത് കാര്യവും അനുഭവിച്ചാലാണ് നമുക്കറിയാം. എല്ലാവരും ഇത് ചെയ്യാൻ റെഡി ആയിരിക്കുന്നുണ്ടല്ലോ? എല്ലാവരും റെഡിയായോ? ഓക്കെ. എല്ലാവരും ശരീരമൊക്കെ നട്ടെല്ലൊക്കെ ഒന്ന് നിവർത്തി ശരിയായിട്ട് ഇരിക്കുക, നിവർന്നിരിക്കുക. 2 കൈകളും മടിയിൽ വെക്കുക. ശ്രദ്ധ ഇവിടെ കൊടുക്കുക, ഈ ഭാഗത്ത് ശിരസ്സില് ഇവിടെ കൊടുക്കുക. ഇനി നിങ്ങൾ കണ്ണൊന്നും മേപ്പട്ടേക്ക് ആക്കണ്ട, മനസ്സുകൊണ്ട് ശ്രദ്ധിച്ചാൽ മതി. ഇനി ആ വലത് കൈയെടുത്ത് അതിന്റെ മുമ്പായിട്ട് ഒരു കാര്യം കൂടെ, നമുക്കിത് അറിയണം, എനിക്കിത് അറിയണം എന്ന് നമുക്ക് ശുദ്ധമായ ആഗ്രഹം വേണം കേട്ടോ, എങ്കിലേ നമുക്കിത് മനസ്സിലാവുള്ളൂ. ഇനി വലത് കൈയെടുത്ത് നമ്മൾ ഇടത് ഹൃദയത്തിൽ വയ്ക്കാം. എല്ലാവരും വെച്ചല്ലോ? ഓക്കെ, എല്ലാവരും വെച്ചു. ഇനി നമുക്ക് ഹൃദയമിടിപ്പ് കേൾക്കുന്നില്ലേ? ഓക്കെ. ശുദ്ധമായ ആഗ്രഹത്തോട് കൂടിയിരിക്കുക. 2 കൈയും മടിയിൽ വെക്കുക. മടിയിൽ വെച്ചല്ലോ എല്ലാവരും? ശ്രദ്ധ ഇവിടെ കൊടുക്കണം. ഓക്കെ. ഇനി നമ്മൾ കയ്യെ താഴ്ത്തി പിടിക്കാം. ഇങ്ങനെ താഴ്ത്തി പിടിച്ച് 2 കൈയും അടുപ്പിച്ച് പിടിക്കും. ഇങ്ങനെ അടുപ്പിച്ച് പിടിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു അട്രാക്ഷൻ, എന്തോ ഒരു കൂളിങ്, എന്തോ ഒരു വൈബ്രേഷൻ തോന്നുന്നുണ്ടല്ലോ എല്ലാവർക്കും? അല്ലേ? ഓക്കെ. ഇനി ഇത് നമ്മുടെ കൈകളുടെ കുണ്ടലിനി ചൈതന്യമാണ്. നേരത്തെ ടീച്ചർ പറഞ്ഞല്ലോ, ആന്തരിക ചൈതന്യം, കുണ്ടലിനി ചൈതന്യം അല്ലെങ്കിൽ കുണ്ടലിനി ശക്തിയാണ്, അത് ഉണർത്താണ്. അപ്പോൾ നമുക്കിത് 2 കൈകളും വളരെ പതുക്കെ ഉയർത്താം. ശ്രദ്ധ ശിരസിൽ തന്നെ കൊടുക്കാം. ഇവിടെ കൊടുത്ത് നമ്മൾ ഇടത് കൈയോട് വെക്കുക, വലത് കൈ ശിരസിൽ അമർത്തി വെക്കാം. ഇനി കൈകൾ ഒന്ന് ഉയർത്താം. അപ്പൊ നിങ്ങളുടെ ശിരസിൽ നിന്ന് കൈയിലേക്ക് ഒരു കൂളിംഗ് ആയിട്ട് എന്തോ ഒരു വൈബ്രേഷൻ, ഒരു അട്രാക്ഷൻ, എന്തോ ഒരു പിടുത്തം പോലെ തോന്നുന്നുണ്ടോ? എല്ലാവർക്കും തോന്നുന്നുണ്ടോ അങ്ങനെ? ഓക്കെ, എല്ലാവർക്കും ഉണ്ട്. ഇനി കൈ മടിയിൽ വെക്കുക. ഇനി കൈ മടിയിൽ വെച്ചിട്ട് നമ്മൾ ഒന്ന് കണ്ണടച്ചിരിക്കുക. എല്ലാവരും ശ്രദ്ധ ഇവിടെ തന്നെ കൊടുക്കാൻ മറക്കരുതേ. കണ്ണടച്ചിരിക്കുക. കണ്ണടച്ച് നമ്മൾ ഒന്ന് ബ്രീത്ത് ഇൻ ചെയ്യൂ. ബ്രീത്ത് ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്. ഇനി നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കും. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ. ഇനി കണ്ണുകൾ തുറക്കുക. കണ്ണുകൾ തുറന്ന് നമ്മൾ ഈ 2 കൈയും നമുക്ക് അനുഭവിച്ചറിഞ്ഞു. ഇപ്പൊ നമ്മൾ ഈ 2 കൈയും ഉയർത്തി ഈ പ്രപഞ്ചത്തോട് നമുക്ക് ചോദിക്കാം, അല്ലയോ പ്രപഞ്ച സത്യമേ, അവിടുത്തെ ചൈതന്യത്തെ ഞങ്ങൾക്ക് അനുഭവപ്പെടുത്തി തന്നാലും, അവിടുത്തെ സ്നേഹത്തെ ഞങ്ങൾക്ക് അനുഭവപ്പെടുത്തി തന്നാലും, അല്ലയോ പ്രപഞ്ച സത്യമേ, ഇതാണോ അവിടുത്തെ ചൈതന്യം, ഇതാണോ അവിടുത്തെ സ്നേഹം? എല്ലാവർക്കും നല്ല കൂളിംഗ് ഉണ്ടല്ലോ? ഉണ്ടോ എല്ലാവർക്കും? ഓക്കെ, എല്ലാവർക്കും നല്ല കൂളിംഗ് ഉണ്ട്. ഓക്കെ, ഗുഡ്. ഇനി കൈ താഴ്ത്താം. കൈ താഴ്ത്തിയിട്ട് നമുക്കിനി യോഗ ചെയ്യുമ്പോൾ എല്ലാവർക്കും യോഗ ചെയ്യാൻ മനസ്സിലായി, സഹജ യോഗ ചെയ്യാൻ.
ഇനി യോഗ ചെയ്യുമ്പോൾ എപ്പോഴൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് എപ്പോഴും നമുക്ക് ഇവിടെ ശ്രദ്ധ കൊടുത്തിട്ടിരിക്കാം. പിന്നെ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും ശ്രദ്ധ ഇവിടെ കൊടുത്ത് 2 കൈയും മടിയിൽ വെച്ച് നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കുക. കൈ ഇങ്ങനെ പൊക്കൊന്നും വേണ്ട, സൈലന്റ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ രാത്രിയും വേണം. കൂടാതെ നമ്മൾ ഇത് പഠിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴൊക്കെയാണോ പഠിക്കുന്നത് അപ്പോഴൊക്കെ ശ്രദ്ധ ഇവിടെ വെച്ചിട്ട് നമ്മൾ പഠിക്കുക. ടീച്ചേഴ്സ് ക്ലാസ്സിലേക്ക് വന്നാല് ശ്രദ്ധ ഇവിടെ അവിടേക്കും ഇവിടേക്കും ഒന്നും നോക്കിയിരിക്കാതെ ശ്രദ്ധ ഇവിടെ കൊടുത്തിട്ട് നമ്മൾ ഇരിക്കുക. ആ ക്ലാസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് നിങ്ങൾ എന്ത് ചെയ്യില്ല, മറക്കില്ല. മാത്രമല്ല ഈ യോഗ, സഹജയോഗ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള ഗുണം നമ്മുടെ ബുദ്ധി വികസിക്കുന്നു, കോൺസെൻട്രേഷൻ കൂടുന്നു, ഒരു കാര്യത്തിന് നമ്മൾ എന്താവില്ല, ടെൻഷൻ ആവില്ല. കൂടാതെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം ഉണ്ടാകുന്നു, നമ്മളെപ്പോഴും ഹാപ്പി ആവുന്നു. അപ്പൊ എല്ലാവരും യോഗ ചെയ്യല്ലോ, എല്ലാവരും? ഓക്കെ, എല്ലാവരും ചെയ്യും. ഗുഡ്. ഇനി ഇത് വീട്ടിൽ പോയിട്ട് നിങ്ങൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കോ, അമ്മയോടും അച്ഛനോടൊക്കെ ചെയ്യാൻ പറയോ, ഈ വിവരം പറഞ്ഞു കൊടുക്കോ, എല്ലാവരും പറഞ്ഞു കൊടുക്കോ? ഓക്കെ, എല്ലാവരും പറഞ്ഞു കൊടുക്കും അല്ലേ? ഓക്കെ, ഗുഡ്. ഇനി ഒരു കാര്യം കൂടി, നമുക്കിത് പറഞ്ഞു തന്നത് ആരാണ്? ഡോക്ടർ ശ്രീ നിർമ്മലാദേവി. നമ്മൾ ഡോക്ടർ ശ്രീ നിർമ്മലാദേവിയെ എന്താ വിളിക്കുന്നത്? ശ്രീമാതാജി. അപ്പൊ ശ്രീമാതാജി നമുക്കൊരു സമ്മാനം തന്നു, നമുക്ക് തിരിച്ചൊരു സമ്മാനം കൊടുക്കണ്ടേ? കൊടുക്കണോ വേണ്ടേ? കൊടുക്കണം. ഓക്കെ, നമ്മൾ എന്ത് സമ്മാനം കൊടുക്കുക? നമുക്ക് താങ്ക്സ് പറയാം. ഓക്കെ, എല്ലാവരും ഹൃദയത്തിൽ കൈവച്ച് ശ്രീമാതാജിയുടെ താങ്ക്സ് പറയാം. താങ്ക് യു ശ്രീമാതാജി, താങ്ക് യു ശ്രീമാതാജി. എല്ലാവരും താങ്ക്സ് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. ഇനി ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഓരോരുത്തർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി, നമസ്കാരം. ക്രിയേറ്റിവിറ്റി ഞങ്ങൾ അനുഭവിക്കുന്നു. സഹജയോഗ ധ്യാനത്തിലൂടെ വിശുദ്ധി ചക്രത്തിന്റെ ക്വാളിറ്റികൾ മനസ്സിലാക്കാൻ സാധിച്ചു. ചക്രത്തിന്റെ സംതൃപ്തി ആസ്വദിക്കുന്നു. യോഗ ധ്യാനത്തിലൂടെ പഠനം എളുപ്പമാകുന്നു. ചെയ്യുന്നതിലൂടെ ഞങ്ങൾക്ക് സൂക്ഷ്മ ശരീരത്തെ കുറിച്ചുള്ള അറിവ് ലഭിച്ചു. കൂടുതൽ സന്തോഷവാന്മാരാകുന്നു. എല്ലാ ബുദ്ധിമുട്ടുകളും അകലുന്നു. ഞങ്ങൾക്ക് നന്മകൾ തിരിച്ചറിയാൻ കഴിയുന്നു. ധ്യാനം ചെയ്യുമ്പോൾ എനിക്ക് ക്രിയേറ്റിവിറ്റി വർദ്ധിക്കുന്നു. ആസ്വദിക്കാൻ കഴിയുന്നു. പഠിക്കുമ്പോൾ എനിക്ക് നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സഹജയോഗ ധ്യാനം എനിക്ക് ആത്മവിശ്വാസം നൽകുന്നു. സഹജയോഗ ആസ്വദിക്കുന്നു. Chakras of our body. Muladhara, Sadhisthana, Nadi, Anaha, Vishuddhi, Ahimsa, Sakha.
സഹജയോഗ ഒരു അനുഭവമാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നമ്മെ സ്വയം തിരിച്ചറിയാനുള്ള വേറിട്ട ഒരു അനുഭവം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അധ്യാപകരിൽ സഹജയോഗ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ കുറേയധികം അധ്യാപകർ നമുക്ക് മുന്നിലുണ്ട്. അവരിൽ ചിലരുടെ അനുഭവങ്ങൾ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രം വലുതാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. ആധുനിക സമൂഹത്തിൽ സ്ട്രെസ്സും സ്ട്രെയിനും എത്രമാത്രം ഒരു അധ്യാപകൻ്റെ ജീവിതം ദുഷ്കരമാക്കുന്നുവെന്നും അവൻ്റെ ക്രിയേറ്റിവിറ്റിയും ഗവേഷണ തൽപരതയും ശാന്തിയും സമാധാനവും സഹജയോഗയിലൂടെ എങ്ങനെ ആസ്വാദ്യകരമാക്കുന്നുവെന്നും വിശദമാക്കുകയാണ് കോഴിക്കോട് NITയിലെ സ്കൂൾ ഓഫ് മെറ്റീരിയൽ സയൻസ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ സജിത് വി. ഞാൻ കഴിഞ്ഞ 20 വർഷമായി സഹജയോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എനിക്കുണ്ടായ കുറച്ച് റിയൽ ലൈഫ് എക്സ്പീരിയൻസാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഞാനിവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. രാത്രി പെട്ടെന്നൊന്നും ഉറക്കം വരാറില്ല. അതുകൂടാതെ എനിക്ക് മൈഗ്രെയിനും സൈനസൈറ്റിസും തീവ്രമായി തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഈ പ്രോബ്ലംസൊക്കെ ഒരു 90% വരെ സോൾവ് ആയിരുന്നു. ബേസിക്കലി നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഏകാഗ്രതയോടെ മെഡിറ്റേഷൻ സമയത്ത് നമ്മളെ മൈൻഡ്സിന് നമുക്ക് കൺട്രോൾ ഉണ്ടാവും. നമുക്ക് അൺവാണ്ടഡ് തോട്ട്സ് ഒന്നും അങ്ങനെ വരില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് കാരണം എനിക്ക് പെട്ടെന്ന് ഉറക്കം വരാൻ തുടങ്ങി. പിന്നെ മൈഗ്രെയിനും സൈനസൈറ്റിസും ഏകദേശം മുഴുവനായിട്ട് പോയിരുന്നു. എനിക്കുണ്ടായ മറ്റൊരു അനുഭവം എന്ന് വെച്ചാൽ, ഞാൻ സാധാരണ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും അങ്ങനെ വായിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയ ശേഷം നമ്മളുടെ ഉള്ളിലുള്ള ഹിഡൻ ടാലൻസ് ഒക്കെ അത് പുറത്തേക്ക് വരും. ഈ എനർജി ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരുവിധം എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സും സ്വന്തമായിട്ട് വായിക്കാൻ ശ്രമിക്കാറുണ്ട്. അതൊക്കെ ഉള്ളിലുള്ള ഹിഡൻ ടാലൻസ് പുറത്തേക്ക് വരുന്നതിൻ്റെ ഫലമായാണ്. അങ്ങനെ ഒരുപാട് നല്ല അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, സഹജയോഗ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും നല്ല അനുഭവം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയ അധ്യാപകരെ, നമ്മുടെ മുന്നിലിരിക്കുന്ന ഓരോ കുട്ടിയും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും നമ്മെ തേടി വരുന്നവരാണ്. എന്നാൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ തിരക്കുകളിൽ നമുക്ക് എത്ര പേർക്ക് അവരുടെ സാഹചര്യങ്ങളെയും പ്രശ്നങ്ങളെയും തിരിച്ചറിയാനും അത് പരിഹരിക്കാനും കഴിയുന്നുണ്ട്? കണ്ണൂർ ജില്ലയിലെ കതിരൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ രമണി ടീച്ചർ 10ാം ക്ലാസ്സുകാരനായ തൻ്റെ ഒരു വിദ്യാർത്ഥിയുടെ വളരെ സിവിയറായ ഒരു പ്രശ്നം സഹജയോഗ മെഡിറ്റേഷനിലൂടെ എങ്ങനെയാണ് പരിഹരിച്ചതെന്ന് വിവരിക്കുകയാണ് ഇവിടെ. 2 വർഷം മുൻപ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി, ഞാൻ ഫസ്റ്റ് പീരീഡ് ക്ലാസ് കഴിഞ്ഞ് ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ കുട്ടി ഓടി വന്ന് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ടീച്ചർ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, എന്താണ്, പറഞ്ഞോളൂ. അപ്പോൾ അവൻ വളരെ സങ്കടത്തോടെ പറയുകയാണ്, ടീച്ചർ, 1 മാസമായി ഞാൻ ഉറങ്ങിയിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. രാത്രി ഞാൻ ഉറങ്ങാൻ കിടക്കും, പക്ഷേ പല ചിന്തകളും വന്ന് പല വേവലാതികളും എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി എനിക്ക് 1 മിനിറ്റ് പോലും ഉറങ്ങാൻ കഴിയുന്നില്ല. രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയാലോ എന്ന് പോലും എനിക്ക് തോന്നുന്നു ടീച്ചർ. ഞാൻ പറഞ്ഞു, ശരി, വൈകുന്നേരം സ്റ്റാഫ് റൂമിലേക്ക് വരൂ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. കുട്ടിയുടെ വീട്ടിലെ അന്തരീക്ഷം വളരെ മോശമാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ വീട്ടിൽ ഉള്ള ഒരു കുടുംബത്തിലായിരുന്നു കുട്ടി. വൈകുന്നേരം കുട്ടി സ്റ്റാഫ് റൂമിലേക്ക് വന്നു. ഞാൻ സഹജയോഗയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. മാത്രമല്ല സഹജയോഗയുടെ ആദ്യത്തെ സ്റ്റെപ്പായ സെൽഫ് റിയലൈസേഷനും കുട്ടിക്ക് കൊടുത്തു. കുട്ടി അത് സമാധാനപരമായി സ്റ്റാഫ് റൂമിൽ ചെയ്തു. ഞാൻ പറഞ്ഞു, ഇനി വീട്ടിൽ പോയി രാത്രിയും രാവിലെയും നീ 10 മിനിറ്റ് നേരം ചെയ്യണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ എന്നെ കണ്ട ഉടനെ കുട്ടി ഓടി വന്ന് പറഞ്ഞു, ടീച്ചർ, ഞാൻ ഇന്നലെ ഉറങ്ങി. 1 മാസമായി ഉറങ്ങാൻ കഴിയാത്ത എനിക്ക് ഇന്നലെ ഉറങ്ങാൻ കഴിഞ്ഞു ടീച്ചർ. ഒരുപാട് നന്ദിയുണ്ട് ടീച്ചർ. ശരിക്കും പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞുപോയി. അപ്പോൾ സഹജയോഗ ഇതാണ്.
ഭൂതകാല ചിന്തകളും ഭാവികാല ആസൂത്രണ ചിന്തകളും കൗമാരദശയിലുള്ള കുട്ടികളുടെ പഠന നിലവാരത്തെ മോശമായി ബാധിക്കുന്നു. സഹജയോഗ എങ്ങനെയാണ് ഇത്തരം കുട്ടികളുടെ പഠന നിലവാര ഉയർച്ചയ്ക്ക് സഹായിക്കുന്നതെന്ന് സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വിശദീകരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ ഉമ്മത്തൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ സുരേന്ദ്രൻ മാസ്റ്റർ. കുട്ടികൾ ഇപ്പം വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികൾ ഒന്നുകിൽ പാസ്റ്റ് മെമ്മറീസിലാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞു പോയ കാലത്ത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. ചിലപ്പോൾ ഫ്യൂച്ചർ പ്ലാനിങ്ങിലായിരിക്കും, വരുവാൻ പോകുന്ന കാലത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. പക്ഷെ ഈ സമയത്തൊന്നും കുട്ടീൻ്റെ മെമ്മറിയിൽ ഈ പറയുന്ന കാര്യങ്ങൾ, അധ്യാപകൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടി പഠിക്കുന്ന കാര്യങ്ങൾ സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ യോഗ ചെയ്യിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് കുട്ടികളുണ്ടാവും. ഒരു ടെൻഷനും ഇല്ലാതെ, സ്ട്രെസ് ഇല്ലാതെ കുട്ടിക്ക് പറയുന്ന കാര്യം അധ്യാപകൻ പറയുന്നത് മനസ്സിലാക്കാൻ, അതേപോലെ കുട്ടിക്ക് പഠിക്കാൻ സാധിക്കും. എൻ്റെ സ്കൂളിലെ ഏകദേശം 20 കൊല്ലമായിട്ട് ഞാൻ പുതിയ കുട്ടികൾക്ക് ചെയ്യിക്കുന്നു, തുടർച്ചയായി ചെയ്യിക്കുന്നു. അവർക്കെല്ലാം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കൂടാതെ എൻ്റെ സ്കൂളിന് അടുത്തുള്ള 6 സ്കൂളിൽ SPCക്ക് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്, അതുപോലെ NCCക്ക് ക്ലാസ് എടുക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് അധ്യാപകർ ഇത് കുട്ടികൾക്ക് പകർന്നു കൊടുത്താൽ ഏറ്റവും വലിയ കാര്യമായി. പ്രിയപ്പെട്ടവരെ, I'm Gopakumar, the principal of ശാന്തിനികേതൻ പബ്ലിക് സ്കൂൾ ഇരിഞ്ഞാലക്കുട. സഹജ യോഗയുടെ സാധ്യതകളെക്കുറിച്ചും അത് എത്രമാത്രം കുട്ടികളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതും തികച്ചും അനുഭവവേദ്യമായ ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഗുരുദേവ പബ്ലിക് സ്കൂൾ വരാക്കരയിൽ പ്രിൻസിപ്പളായിരിക്കുന്ന കാലത്താണ് സഹജ യോഗയുമായി ബന്ധപ്പെടുവാനും ആ ഒരു പ്രോഗ്രാം നമ്മുടെ സ്കൂളിൽ കൊണ്ടുവരുവാനും എനിക്ക് സാധിച്ചത്. 2 വർഷത്തോളം മിസ്സസ് ദിവ്യ സന്തോഷിൻ്റെ നേതൃത്വത്തിൽ സഹജയോഗ ഒരു ഡെയിലി അസംബ്ലി സ്കെഡ്യൂളിൽ കൊണ്ടുവരികയുണ്ടായി. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം സംഗീതവും മെഡിറ്റേഷൻ മാത്രമല്ല സഹജയോഗയുടെ പ്രധാനമായിട്ടുള്ള ഒരു ടൂളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മ്യൂസിക് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ്. മ്യൂസിക്കിൻ്റെ സാധ്യതകളും അതിൽ ചേർത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ടോൺസാണ് അന്ന് എനിക്ക് കൂടുതൽ അത് യൂസ് ചെയ്തതായിട്ട് കണ്ടിട്ടുള്ളത്. ഓരോ രാഗങ്ങളും ആ ഒരു വ്യത്യാസം, അതിൻ്റെ മൂഡനുസരിച്ചിട്ടുള്ള വ്യത്യാസം ഉണ്ടാക്കുമെന്ന് ശാസ്ത്രീയമായി ഓൾറെഡി തെളിയിച്ചിട്ടുള്ളതാണ്. അതെങ്ങനെ മെഡിറ്റേഷനിൽ കൃത്യമായിട്ട് യൂസ് ചെയ്യാം എന്ന് സഹജയോഗയിലൂടെ അന്ന് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് ആദ്യമായിട്ട് സപ്തസ്വരങ്ങളിൽ സ്ഥാനം ഉറപ്പിക്കുന്ന ആ സമയമുണ്ടായിരുന്നു. അങ്ങനെ 1 വർഷത്തോളം ആ ഡെയിലിയുള്ള ആ ലെസണിൽ നിന്ന് അതിൻ്റെ ഒരു സീക്വൻസ്, അത് രാഗങ്ങളുടെ ഒരു സീക്വൻസും അതിൻ്റെ ഒരു താളവും അതിൻ്റെ ഒരു ഭാവവും ഒക്കെ കുട്ടികളിൽ മെഡിറ്റേഷനിലൂടെ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാധ്യത കണ്ടെത്തുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത്, പ്രത്യേകിച്ചും സ്കൂളുകളിൽ എല്ലാ കുട്ടികളെയും ഇരുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള മെഡിറ്റേഷനും മ്യൂസിക്കും കൂടിയുള്ള ആ ഒരു സിങ്ക്രണൈസേഷൻ വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിന് ഫലപ്രദമായി മാറുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സഹജയോഗ കൂടുതൽ കുട്ടികളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിൻ്റെ പ്രവർത്തകർക്ക് എല്ലാവിധ വിധത്തിലുള്ള നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു. ആധുനിക സമൂഹത്തിലെ കുട്ടികളിൽ അച്ചടക്കമില്ലായ്മ, ശ്രദ്ധക്കുറവ്, ആത്മവിശ്വാസക്കുറവ് എന്നിവ വ്യാപകമാവുന്നു. സഹജയോഗ പരിശീലനത്തിലൂടെ എന്തൊക്കെ ഗുണങ്ങളാണ് കുട്ടികളിൽ വളർന്നു വരുന്നതെന്ന് വിശദീകരിക്കുകയാണ് തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ സരസ്വതി വിദ്യാനികേതനിലെ പ്രധാന അധ്യാപികയായ സീതാലക്ഷ്മി ടീച്ചർ. കഴിഞ്ഞ 5 വർഷമായി ഞാൻ സഹജയോഗ എന്ന ധ്യാനം സ്ഥിരമായി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് ഈ യോഗ എൻ്റെ ജീവിതചര്യയുടെ ഒരു ഭാഗം തന്നെയാണ്. ഞങ്ങളുടെ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് ഈ ധ്യാനം പരിശീലിപ്പിച്ചതിൻ്റെ ഭാഗമായി അവർക്ക് പഠനത്തിലും
മറ്റ് പാഠ്യേതര വിഷയങ്ങളിലും ശ്രദ്ധ ചെലുത്തുവാനും ഉയർന്ന സ്ഥാനം കരസ്ഥമാക്കുവാനും സാധിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് വളരെ വേഗത്തിൽ ഏകാഗ്രത ലഭിക്കുന്നതിനും പഠന പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തുവാനും സഹജയോഗ ധ്യാനം ശീലമാക്കുന്നത് കൊണ്ട് സാധിക്കും. ഇതിനെല്ലാറ്റിനുമുപരി അവരിൽ ധൈര്യം, ആത്മവിശ്വാസം, സർഗാത്മകത എന്നിവ വർദ്ധിപ്പിക്കുന്നതിനും ഐക്യവും സ്നേഹവും സാഹോദര്യവും വളർത്തുവാനും ഈ യോഗ പരിശീലിക്കുന്നതുകൊണ്ട് സാധിക്കും. ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള അധ്യാപകരും കുട്ടികളും സഹജയോഗ പാതയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ സഹജയോഗ അവരുടെ ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമായി കഴിഞ്ഞു. മുംബൈയിലെ CHM കോളേജ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പൊളിറ്റിക്കൽ സയൻസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രദ്ധ ഭഗവത് കുട്ടികളിലും ടീച്ചേഴ്സിലും സഹജയോഗ നൽകുന്ന പോസിറ്റീവ് എനർജി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് വിശദമാക്കുന്നു. Today I am here to share my experiences about Sahajoga meditation, which I have been practicing since 8 years of age. And today I complete 30 years of Sahajoga meditation. I have been using this meditation and its practices on my students also. Nowadays we see students are so much into stress. When it comes to examination, they are always panicking. They don't know how to overcome their problems. Plus they have loss of memory, they panic, they have less concentration, including they also fail to complete their papers on time, which includes time management during examination. So whenever I explain them about Sahajoga meditation and I use certain simple techniques which helps them to overcome their problems, especially when it comes to learning. And with the help of Sahajoga meditation, these students have overcome their learning problems and it has facilitated them for improving their learning capability. വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തകരും അധ്യാപകരും ലക്ഷ്യം വയ്ക്കുന്നത് കുട്ടികളുടെ സർവ്വതോന്മുഖമായ വികസനമാണ്. പഠന പ്രവർത്തനങ്ങൾക്കൊപ്പം ഓരോ കുട്ടിയുടെയും സ്വയം തിരിച്ചറിയാനുള്ള ജന്മസിദ്ധമായ അവൻ്റെ അവകാശത്തെ പരിഗണിക്കുകയും അതിന് സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ നടക്കുന്നത് അത്ഭുതകരമായ ഒരു സാമൂഹിക മാറ്റത്തിലേക്ക് ആയിരിക്കും. ആത്മസാക്ഷാത്കാരം നേടുന്ന ഓരോ വ്യക്തിയും ഈ മാറ്റത്തെയാണ് കുറിക്കുന്നത്. സഹജയോഗ നമ്മുടെ മുന്നിലേക്ക് സെൽഫ് റിയലൈസേഷൻ്റെ വാതായനങ്ങൾ നമുക്ക് മുമ്പിൽ മലർക്കെ തുറന്നെടുത്തു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും സ്നേഹപൂർവ്വം നന്ദി, നമസ്കാരം.